എല്ലാവർക്കും സന്ധ്യാസ് ഹോമിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. നക്ഷത്രത്തിൽ 27ാമത്തേതായ രേവതി മീനം രാശിയെ പ്രതിനിധീകരിക്കുന്നു. ഇതിന് ബുധനാണ് ദശാനാഥൻ. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൽസ്വഭാവികളും ആത്മാർത്ഥതയുള്ളവരും ആയിരിക്കും. നല്ലതുപോലെ സംസാരിക്കുവാനും സന്ദർഭോചിതമായി പെരുമാറുവാനും ഇവർക്ക് നല്ല വശമായിരിക്കും. സ്വഭാവത്തിൽ ഇവർക്കൊരു പ്രത്യേകതയുള്ളത്, ഇവർ ആരെയും ക്രമത്തിൽ കവിഞ്ഞ് വകവച്ചു കൊടുക്കുകയോ ആരിലും വിധേയത്വം ഭാവിക്കുകയോ ചെയ്യുക ഇല്ല എന്നുള്ളതാണ്. തികഞ്ഞ സ്വാതന്ത്ര്യ ബുദ്ധികളും സ്വാതന്ത്ര്യ പ്രേമികളും ആയിരിക്കും ഇവർ. സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകളോ പ്രവൃത്തികളോ ആരിൽ നിന്നുണ്ടായാലും ഇവർ നഖശിഖാന്തം അതിനെ നേരിടും. എന്നാൽ ചില വിഷമപ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇവർ പെട്ടെന്ന് ക്ഷീണിക്കും. അത്തരം കാര്യങ്ങൾ സഹിക്കാനോ വഹിക്കാനോ ഉള്ള മനഃശക്തി ഇവർക്ക് കുറവായിരിക്കും. ഹൃദയചാഞ്ചല്യം ഇവരിൽ കൂടുതലായി കാണും. തങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളായാൽ പോലും മറ്റൊരാളോട് പറഞ്ഞേ ഇവർക്ക് മതി വരികയുള്ളൂ. രഹസ്യങ്ങളെ സൂക്ഷിക്കുക എന്ന സ്വഭാവം ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. രേവതി നക്ഷത്രക്കാർ സ്നേഹത്തിൻ്റെ പേരിൽ ആരെയും അത്ര വിശ്വസിക്കുന്നവരായിരിക്കുകയില്ല. വിശ്വസിച്ചു പോയാൽ അതിനഴിവുണ്ടായിരിക്കുകയില്ല. പാണ്ഡിത്യത്തിലും ഗവേഷണത്തിലും ഇവർ മുൻപന്മാരായിരിക്കും. ശാസ്ത്രീയവും കലാപരവുമായ എല്ലാ രംഗങ്ങളിലും ഇവർ ശോഭിക്കുന്നു. ഇവയിൽ ഏതെങ്കിലും കൊണ്ട് ഇവർ ജനമധ്യത്തിൽ അറിയപ്പെടുന്നവരും മാനിക്കപ്പെടുന്നവരും ആയിരിക്കും. രേവതി നാളുകാരിൽ അധികം ആളുകളും കുറഞ്ഞൊരു മുൻകോപികളായി കാണപ്പെടുന്നു. ആരെന്തു പറഞ്ഞാലും സ്വന്തം അഭിപ്രായത്തെ മുറുകെ പിടിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവരിൽ അധികം ആളുകളും. അത് നിമിത്തമുണ്ടാകാവുന്ന ദുഷ്ഫലങ്ങൾ ഏതായാലും ഇവർ മാനമായി അനുഭവിച്ചു കൊള്ളും. സ്ഥലകാല പരിഗണനകൾ കൂടാതെ ആദർശത്തിൻ്റെ പേരിൽ ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കുകയും എന്തും സംസാരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ ശുദ്ധ ഹൃദയരാണ്. മനസ്സിലൊന്നും പുറമേ മറ്റൊന്നും എന്ന വിധമായിരിക്കില്ല ഇവരുടെ സ്വഭാവം. ഈശ്വരഭക്തിയിൽ ഇവരെ പോലെ ഉറച്ച നില മറ്റാരിലും കാണുമോ എന്ന് സംശയമാണ്. ഇവരുടെ ഈശ്വരഭക്തി അടിയുറച്ചതായിരിക്കും. ദൈവാനുഗ്രഹം ഇവരെ എല്ലാ കാര്യത്തിലും പിന്തുടരുന്നു. ജീവജാലങ്ങളോടുള്ള കാരുണ്യം ഇവർ ചിലപ്പോഴെല്ലാം പ്രത്യക്ഷമാക്കുന്നതായി കാണാം. കോപാവേശം കൊണ്ട് പെട്ടെന്ന് ചെയ്തു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് അവർ പശ്ചാത്തപിക്കുന്നവരായിരിക്കും. ഈ നാളുകാർ കാവ്യ നാടകാലങ്കാരാദികളിലോ വൈദ്യം ജ്യോതിഷം മുതലായ ശാസ്ത്രങ്ങളിലോ പാണ്ഡിത്യം സമ്പാദിക്കും. ഇവ ഏതെങ്കിലും കൊണ്ട് ഇവർ മാന്യമായ ഒരു ജീവിത മാർഗം സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി അധികവും കണ്ടുവരുന്നു. ഔദ്യോഗിക രംഗങ്ങളിൽ ഇവർക്ക് ശരിയായി വിജയിക്കുവാൻ കഴിയുന്നു. വ്യാപാര രംഗം ശുദ്ധഗതിക്കാരും സത്യസന്ധരുമായ ഇവർക്ക് വിജയപ്രദമല്ല. സ്വന്തം ബന്ധുവർഗങ്ങളെ കൊണ്ടും പിതാവിനെ കൊണ്ടും ഇവർക്ക് കാര്യമായ പ്രയോജനങ്ങൾ ഒന്നും സിദ്ധിക്കുന്നില്ല. സഹോദരങ്ങളെ കൊണ്ടുള്ള നന്മയും താരതമ്യേന ഇവർക്ക് കുറവായിരിക്കും. സഹോദരവർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത രീതിയും മനോഭാവവുമായിരിക്കും ഇവർ വച്ചു പുലർത്തുന്നത്. രേവതി നാളുകാർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അധികം പേരും നാടും വീടും വിട്ടു ജീവിതത്തിൽ അധിക ഭാഗവും വിദേശത്ത് കഴിയുന്നവരായിരിക്കും. സ്വന്തം പരിശ്രമം കൊണ്ട് ഇവർ അധികവും നന്നാകുന്നുള്ളൂ. പ്രവർത്തന രംഗങ്ങളിൽ ഇവർ പരാജിതരല്ല. അസാമാന്യമായ കഴിവുകളും സാമർഥ്യവും ഇവർക്ക് ജന്മസിദ്ധമാണ്. എന്നാൽ ഏതു കാര്യത്തെക്കുറിച്ചും പെട്ടെന്നുള്ള വിരസതയും തീരുമാനമെടുക്കുന്നതിൽ കാലവിളംബവും ഇവർക്കുള്ള പ്രത്യേകതകളാണ്. അതുകൊണ്ട് ഒരേ പ്രവർത്തനത്തിൽ ഉറച്ചു നിൽക്കാതെ ഇവർ മാറി മാറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആരോഗ്യത്തെക്കുറിച്ചു ഈ നാളുകാർക്ക് അശേഷം ശ്രദ്ധയുണ്ടായിരിക്കയില്ല.
ഔഷധ സേവയിലും പഥ്യാചരണത്തിലും ഇവർ വിമുഖന്മാരായിരിക്കും. കൂടെയുള്ള പനി, നീരിളക്കം, പീനസാദി, ശിരോരോഗങ്ങൾ, ദന്തരോഗം ഇവയെല്ലാം ഇവരെ പിടിപെടാവുന്ന രോഗമാണ്. 50 വയസ്സുവരെ ഈ നാളുകാർക്ക് പരിശ്രമത്തിന് തക്കതായ ഫലപ്രാപ്തി കാണുന്നില്ല. ജയാപജയങ്ങളുടെ കാറ്റ് മാറി മാറി വീശിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഇവർക്ക് ഈ പ്രായം വരെ ഉണ്ടാകാറുള്ളത്. 22 വയസ്സിന് മേൽ സ്വന്തമായ ഒരു ജീവിതത്തിന് ഇവർ അടിസ്ഥാനമിടുകയും 26നും 42നും ഇടയ്ക്കുള്ള പലവിധത്തിലുള്ള ജീവിത വൈഷമ്യങ്ങളോട് മല്ലിടുകയും ചെയ്യുന്നു. 27 വയസ്സു മുതൽ ഇവർക്ക് സ്വപ്രയത്നത്താൽ അല്പാൽപം ചില പുരോഗതി സിദ്ധിക്കുമെന്നിരിക്കലും 50 വയസ്സിന് ശേഷം മാത്രമേ ന്യായമായി പ്രതീക്ഷിക്കാവുന്ന സ്വസ്ഥമായ ഒരു ജീവിത മാർഗം ഇവർക്ക് സിദ്ധിക്കുകയുള്ളൂ. വിവാഹ ജീവിതത്തിൽ പൊതുവെ ഇവർ അനുഗ്രഹീതന്മാരായിരിക്കും. മനസ്സിന് ചേർന്നതും സാധുശീലകളുമായ ഭാര്യമാരായിരിക്കും ഇവർക്ക് കൂട്ടായി വരുന്നത്. എന്നാൽ ഇവരുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകതയറിഞ്ഞ് പെരുമാറാൻ പ്രാപ്തിയും നയചാതുര്യങ്ങളും ഇല്ലാത്ത ഭാര്യമാരാണെങ്കിൽ കുടുംബജീവിതം തികഞ്ഞ പരാജയത്തിൽ കലാശിക്കും. രേവതി നാളുകാരുടെ സാൻമാർഗിക ജീവിതത്തിന് അത്രയൊന്നും ഭ്രംശം വരാറുമില്ല. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സുശീലകളും സുന്ദരികളുമായിരിക്കും. മാന്യത അവകാശപ്പെടുന്ന സംസാരവും അനുവർത്തനങ്ങളും ഇവരിൽ പ്രത്യേകത ഉളവാക്കുന്നു. അഭിമാനികളായ ഇവർ തികഞ്ഞ ധർമ്മബോധം ഉള്ളവരായിരിക്കും. വ്രതാനുഷ്ഠാനങ്ങളും ഈശ്വരഭജനവും കുടുംബക്ഷേമ തൽപരതയും ഇവരിൽ കുടികൊള്ളുന്നു. ഭർത്തൃഭാഗ്യവും സന്താനഭാഗ്യവും ഇവർക്ക് ഉണ്ടായിരിക്കും. ഈ നക്ഷത്രം അന്നപ്രാശനത്തിനും വിവാഹത്തിനും വിദ്യാരംഭത്തിനും കൊള്ളാം. ഈ നക്ഷത്രത്തിൽ ആദ്യത്തെ ആർത്തവമുണ്ടാകുന്ന സ്ത്രീ രോഗിണിയായി തീരും. ബുധൻ ദശാനാഥനാണെന്ന് ആദ്യമേ പറയപ്പെട്ടു. തുടർന്ന് കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നു. പ്രതികൂല നക്ഷത്രങ്ങൾ ഭരണി, രോഹിണി, തിരുവാതിര, ചിത്തിര 2ാം പകുതി, ചോതി, വിശാഖം ആദ്യ 3 പാദം. അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ: ശുക്രൻ, ചന്ദ്രൻ, രാഹു എന്നീ ദശകളിൽ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. രേവതി, ആയില്യം, കേട്ട നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റു പൂജാതി കർമ്മങ്ങൾക്കും ഉത്തമം. നക്ഷത്രാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് ഇവർ അനുഷ്ഠിക്കേണ്ടത്. രാശ്യാധിപനായ വ്യാഴത്തെയും പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ്. വിഷ്ണു ഭജനം, ശ്രീകൃഷ്ണ ഭജനം, വിഷ്ണു സഹസ്രനാമ ജപം, ഭാഗവത പാരായണം തുടങ്ങിയവ അനുഷ്ഠിക്കാവുന്നതാണ്. ബുധനാഴ്ചയും രേവതിയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. മഞ്ഞ, പച്ച തുടങ്ങിയവ അനുകൂല നിറങ്ങൾ. മന്ത്രങ്ങൾ: രേവതി നക്ഷത്ര ദേവത പുഷാവാണ്. 1ാമത്തെ മന്ത്രം ഓം പുഷനദവത്ര ദേവയം നാരിഷ്യേമാം കഥാചന സ്തോതാരസ്ത ഇഹസ്മസി. 2ാമത്തെ മന്ത്രം ഓം പുഷ്ണേ നമ. ഓം പുഷ്ണേ നമ എന്ന ഈ മന്ത്രം നിത്യജപത്തിൽ രേവതി നക്ഷത്രക്കാർ ഉൾപ്പെടുത്തുക. നക്ഷത്രമൃഗം ആന, വൃക്ഷം ഇരിപ്പ, ഗണം ദേവം, യോനി സ്ത്രീ, പക്ഷി മയിൽ, ഭൂതം ആകാശം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ അമർത്താൻ ആരും മറക്കരുതേ.